ഇത് വലിയ ദുരന്തമായിരുന്നു. കേരളം കണ്ടതിൽ സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചുപോയ കാഴ്ചയാണ്. ഇന്ന് മുഖ്യമന്ത്രി അടക്കം സ്ഥലം സന്ദർശിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. സർ, എത്തരത്തിലാണ് സജ്ജീകരണങ്ങൾ? ഇന്ന് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും ന്യൂസ് മലയാളം കാണിച്ചതുപോലെ നമ്മൾ പൂർണ്ണമായിട്ടും ജീവിച്ചിരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് ആദ്യത്തെ ദിവസം നടത്തിയത്. അതിൽ തന്നെ വടം കെട്ടി തുടങ്ങിയിട്ടുള്ള പരിപാടികൾ നമുക്ക് താൽക്കാലിക പാലം ഉണ്ടാക്കാൻ കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായിട്ടും ഏതാണ്ട് കൊണ്ടുവരാനായി എന്നുള്ളതാണ് ഇന്നത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ദിവസം എന്ന നിലയിൽ ഇന്നലെ നമുക്ക് പല വിധത്തിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞ ചെറുതും വലുതുമായിട്ടുള്ള സ്കാറ്റേഡായി കിടന്നവരെ ഉൾപ്പെടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നോക്കിയത്. അതോടൊപ്പം മൃതദേഹങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ അകത്തേക്ക് മെഷീനറികൾ കൊണ്ടുവരാതെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. ഇനിയിപ്പോ ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് 15 ഹിറ്റാച്ചികൾ നമുക്കകത്തേക്ക് കടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ബെയിലി പാലം കൂടി പൂർണ്ണമാക്കുന്നതോടുകൂടി നേരിട്ട് നമുക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സജ്ജമാകും. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും മിഷനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും ഇന്ന് നമുക്ക് നടത്താവുന്നത്. JCBകൾ കൂടുതൽ ആവശ്യം ഹിറ്റാച്ചുകളായിരിക്കും. ഹിറ്റാച്ചുകൾ 15 എണ്ണം ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് കടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഹിറ്റാച്ചുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഉപകരണങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ, രക്ഷാക്രമീകരണങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കുക. സർ, അതോടൊപ്പം ഒരു ജീവൻ പോലും, സർ പറഞ്ഞതുപോലെ ഒരു ജീവൻ പോലും പോകരുത് എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം തന്നെയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി 264 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് കരുതുന്നത്. ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം, ഒരു വ്യക്തതയോ ഒന്നും സാധ്യമല്ല എന്ന് മനസ്സിലാകുന്നു. ഇതൊരു ഔദ്യോഗികമായ റിപ്പോർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ഇല്ല, മരണം അത്രയേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. മരണം ഇന്നലെ രാത്രിയോടുകൂടി 168, 61 ബോഡികളുടെ കട്ട് ചെയ്ത പാർട്സുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. മരണങ്ങളുടെ കണക്കിലേക്ക് ഇപ്പൊ കിടക്കേണ്ടതില്ല. കാരണം ഇപ്പൊ നമുക്ക് രക്ഷാദൗത്യങ്ങളുടെ ഭാഗമായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഈ കണക്കുകൾ കൂടി കിട്ടിയാലേ നമുക്ക് സാധിക്കുള്ളൂ. ആ കണക്കുകൾ കിട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, അതോടൊപ്പം ഈ രക്ഷാദൗത്യം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 1300-ലധികം പേരെ നമ്മൾ രക്ഷപ്പെടുത്തി എന്നുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം, അതിൻ്റെ സജ്ജീകരണങ്ങൾ അടക്കം എങ്ങനെയാണ് സർ? ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ 9 കേന്ദ്രങ്ങളിൽ സ്കൂളുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും മതിയായിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന്റെ പ്രയാസങ്ങൾ നമുക്കറിയാലോ, പൊതുവായിട്ട് ഉണ്ടാകും. ആളുകൾ പല വിധത്തിലുള്ള മാനസികാവസ്ഥയിലാണ്. ആ പ്രശ്നങ്ങൾ കൂടി നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും. എങ്കിലും നമുക്ക് ഓരോ കേന്ദ്രത്തിലും ഭക്ഷണം, സാനിറ്റേഷൻ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ആളുകൾക്ക് കൊടുക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ, അതിൽ തന്നെ പ്രത്യേകമായി കാണേണ്ട കൗൺസിലേഴ്സ്, ഇങ്ങനെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ആലോചിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണ കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവരുന്നൊന്നും സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശം പൊതുവായി കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണവും അത് എന്ത് വന്നാലും അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ധാരാളമായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അവിടെ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ വല്ലാത്ത തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ട്. പനി ഒരു പ്രധാനപ്പെട്ട ഘടകമായി, പനിയും പകർച്ചവ്യാധികളും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പനി ഉൾപ്പെടെ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ കാണുന്ന ആളുകളെ മാറ്റേണ്ട ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായി ഒരുക്കേണ്ട ആരോഗ്യ സംവിധാനങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർ, അതോടൊപ്പം ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ്, കാലാവസ്ഥയാണ് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത്. വീണ്ടും വീണ്ടും മഴയുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിനെ എത്തരത്തിലായിരിക്കും സർ പ്രതിരോധിക്കുക? നമുക്ക് അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ പ്രകൃതിയുടെ കാര്യത്തിൽ ഉണ്ടാക്കുക. പക്ഷെ നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം
അതിരൗദ്രപാതത്തോടെ ഒഴുകുന്ന പുഴ ക്രോസ് ചെയ്തുകൊണ്ട് മെഷീനറികൾ എത്തിക്കുക എന്നുള്ളതാണ് കുറച്ചെങ്കിലും സാധ്യമായി. ബെയിലി പാലം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പൂർത്തിയാകും എന്നാണ് നമ്മൾ കരുതുന്നത്. കൂടിയാൽ 10 മണി. അത് കഴിഞ്ഞാൽ കൂടുതൽ സംവിധാനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തന്നെ. ഈ സൈന്യത്തിന് ബെയിലി പാല നിർമ്മാണം പുരോഗമിക്കുകയാണ്. അപ്പോൾ ചൂരൽമലയെ മുണ്ടക്കയുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് ആ ശ്രമം എന്നുള്ളതൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ സർ? തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്. ഇന്നലെ നമുക്ക് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ടാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗതി വിലയിരുത്തിയത്. 190 ഫീറ്റുള്ള ഒരു പാലം പൂർണ്ണമായി പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന വിധത്തിലാണ് തയ്യാറാവുക. അവര് ഏറ്റവും വൈകിയാൽ 10 മണി. നമ്മൾ അത്ര വൈകും എന്ന് വിചാരിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയും. അതുകൂടി വന്നാൽ ഇപ്പൊ തന്നെ നമുക്ക്. പക്ഷെ ഈ പ്രയാസത്തിനിടയിലും നിങ്ങൾ കണ്ടതുപോലെ 15 ഇറ്റാച്ചുകളോളം പല വഴികളിലൂടെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യത്തിന് യന്ത്ര സാമഗ്രികളുടെ സഹായമുള്ള ദിവസമായിരിക്കും ഇന്ന്. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസിസ്റ്റൻസ് കൊണ്ടുപോകണമെങ്കിൽ ബെയിലി പാലം രാവിലെ 8 മണിയോടുകൂടി തന്നെ ഒരുങ്ങും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരി സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.